വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും നോബൽ പുരസ്കാര ജേതാവുമായ മരിയ കൊറിന മച്ചാഡോ വലതുപക്ഷവാദിയും ഇസ്രയേൽ അനുകൂലിയും ആണ് എന്ന് ഫലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗസയിലെ വംശഹത്യയെ അനുകൂലിച്ചിരുന്നുവെന്നും ആക്ടിവിസ്റ്റുകൾ പറയുന്നു. വെനസ്വേലയ്ക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി മരിയ ഉപരോധത്തെ പിന്തുണക്കുകയാണ്. US അനുകൂലിയായ അവർ വെനസ്വേലൻ പ്രസിഡന്റ് മഡൂറോക്കെതിരെ US-ന്റെ സൈനിക അധിനിവേശ നീക്കത്തെ പോലും അനുകൂലിച്ചെന്നുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. മരിയ ഇസ്രയേൽ അനുകൂലി മാത്രമല്ല, നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി പിന്തുണക്കുന്ന ആളുമാണ്. 2020 നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുമായി സഹകരണ ഉടമ്പടിയിലും അവർ ഒപ്പുവെക്കുന്നുണ്ട്. താൻ വെനസ്വേലൻ പ്രസിഡന്റായാൽ ഗസയിലെ വംശഹത്യയിൽ നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അവർ പറഞ്ഞിരുന്നതായി അൽ ജസീറ ലേഖിക ദിമ ഖാത്തിബ് പറയുന്നുണ്ട്. ബ്രസീലിലെ ബൾസനാരോയുമായും US-ലെ ട്രംപുമായും മരിയ കൊറീന മച്ചാഡോക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിലെ അലോൺസോ ഗുൽമേണ്ടി പറയുന്നുണ്ട്. സമാധാന നോബൽ കൂടുതലും യൂറോപ്പിലേക്കാണ്. സമാധാന നോബലുകൾ ലഭിച്ചവരിൽ ഏറെയും യൂറോപ്പുകാരായിരുന്നു ഉണ്ടായിരുന്നത്. 1901 മുതൽ 2024 വരെയുള്ള 124 വർഷത്തെ നോബൽ ചരിത്രത്തിൽ സമാധാന നോബൽ ലഭിച്ച 45% പേരും ഈ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. രണ്ടാമത് വടക്കേ അമേരിക്കക്കാരാണ്. 20% പേരാണ് ഇവിടെ നിന്ന് നോബൽ കരസ്ഥമാക്കിയത്. ഏഷ്യക്കാരുടെ പ്രാതിനിധ്യം വെറും 16%, ആഫ്രിക്കക്കാരുടേത് 9%. തെക്കേ അമേരിക്കയിലാണ് ഏറ്റവും കുറവ് സമാധാന നോബൽ എത്തിയിരിക്കുന്നത്, 2% മാത്രം. കഴിഞ്ഞ ദിവസമാണ് 2025 സമാധാന നോബൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്തും വലതുപക്ഷവാദിയുമായ വെനസ്വേലയിൽ നിന്നുള്ള മരിയ കൊറിന മച്ചാഡോക്ക് പ്രഖ്യാപിക്കപ്പെടുന്നത്. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് മരിയ. ഈ വർഷം സമാധാന നോബലിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നോമിനേഷനുകളാണ് ലഭിച്ചത്. 2024 ആകെ ലഭിച്ചത് 286 നോമിനേഷനുകളായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 338 നോമിനേഷനുകളാണ് ലഭിച്ചത്. 244 വ്യക്തിഗത നോമിനേഷനുകളും 94 സംഘടനകളുമാണ് ഉണ്ടായിരുന്നത്.